മോർണിംഗ്. ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. രാവിലെയുള്ള കുറച്ച് തട്ടിക്കൂട്ട് പരിപാടിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. രാവിലെ എഴുന്നേറ്റു, ചായ കുടിച്ചു, ചുമ്മാ ഇരുന്നു. ഇതാണ് ഈ വീഡിയോയിൽ ഉള്ളടക്കം. നാളെ ഞായറാഴ്ചയല്ലേ, മെല്ലെ എഴുന്നേറ്റാ മതി, സൗകര്യം പോലെ എന്ന് പറഞ്ഞ ആള് ഇന്ന് പുലർച്ചെ എന്നെ തട്ടി വിളിച്ചിട്ട് പറയാ വർക്ക് ഉണ്ട് എന്ന്. എന്താ ചെയ്യാ? പെട്ടെന്ന് തട്ടിക്കൂട്ട് ഉണ്ടാക്കാൻ പറ്റിയ ദോശയും പഴവും പുഴുങ്ങി കൊടുക്കാന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കൈയെല്ലാം മുറിഞ്ഞു കേട്ടോ. ദോശയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ, കല്ല് ചൂടാകുമ്പോൾ ഒഴിച്ചിട്ട് മറിച്ചിട്ട് തിരിച്ചിട്ട് എടുത്താൽ മതിയല്ലോ. പക്ഷെ കല്ല് കോണ ഉണ്ടാവണം. ആദ്യത്തെ ദോശ കൊളായി. രണ്ടാമത്തെ ദോശ കൊളാവോ എന്ന് നോക്കിയിരുന്നപ്പോഴേക്കും അതും കൊളായി. മൂന്നാമത്തത് ഞാൻ പറഞ്ഞിട്ട് ഒഴിക്കുകയാണ്, ഇത് റെഡി ആയില്ലെങ്കിൽ കല്ല് ഞാൻ മാറ്റി. അതുപോലെ തന്നെ സംഭവിച്ചുട്ടോ. ദോശ അതിൽ ഇളകി പോരുന്നേ ഇല്ലായിരുന്നു. അവസാനം പാൻ എന്നെ ഹെൽപ്പ് ചെയ്തു. പുള്ളിക്കാരന് നേരത്തെ പോണേ, അതുകൊണ്ട് ദോശയും പഴം പുഴുങ്ങലൊക്കെ വേഗത്തിൽ ആയി. അടുക്കളയിൽ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രോത്സാഹിപ്പിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ മുകളിലത്തെ നിലയിലാണ് നമ്മളിങ്ങനെ, മഴയൊക്കെ ആണല്ലോ, അഴയെല്ലാം കെട്ടി അവിടെ സെറ്റാണ്, തുണിയെല്ലാം അവിടെ വിരിച്ചിടാം. അപ്പൊ ഒരു തോർത്തെടുക്കാൻ വേണ്ടി കയറിയതാണ്. ഓൾഡ് തറവാട്ടിലാണ് ഞങ്ങൾ ഉള്ളത്. വേണേൽ ഞാനൊരു ഹോം ടൂർ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ വൃത്തിയാക്കിയിട്ട് ഞാൻ ചെയ്തുതരും കേട്ടോ. അങ്ങനെ തോർത്തൊക്കെ എടുത്ത് ഞാൻ താഴോട്ട് ഇറങ്ങി. ദോശ കരിഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നു. ദോശയും കൊടുത്ത് തോർത്തും കൊടുത്ത് ഞാനിതാ എൻ്റെ കാര്യങ്ങളിലേക്ക് തിരിയാണ്. ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ചിയ സീഡ് കുടിക്കൂട്ടോ. PCOD ഉണ്ട്, കൂടാതെ വെയിറ്റും ഉണ്ട്, തടിയും ഉണ്ട്. ഇതൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടി ഞാനും ഒന്ന് ശ്രമിക്കട്ടെ എന്ന്. അകത്തെ ആളെ കരച്ചിൽ കേട്ടിട്ട് ചെന്നോക്കിയതാ. കള്ളുറക്കാണ്. രാവിലെ മജ്ജെല്ലാം എടുത്ത് പിടിച്ച് ഇരിക്കുന്നുണ്ട്. നിഷാദായിട്ട് പണിക്ക് പോകാൻ ഇറങ്ങി കേട്ടോ. ഒരുങ്ങി റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും തമ്മിൽ പോയി ടാറ്റാ ബൈ ബൈ എല്ലാം പറയുന്നു. അച്ഛ പോയി മുട്ടായി കൊണ്ടുവരൂ. എന്ത് പറ്റി? സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി കേട്ടോ. ഇന്ന് പൊരേ കൂടിന് എങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ടാറ്റ ബൈ ബൈ പറഞ്ഞ് കാവടിയും തുള്ളി പോയ ആളല്ലേ ഇപ്പൊ കുഞ്ഞിനോട് കളിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ കാർമേഘമൊക്കെ ഒന്ന് മാറി, ചെറിയ വെയിലെല്ലാം മുറ്റത്ത് വരാൻ തുടങ്ങി. ഇനി എൻ്റെ ടേണാണ്. എനിക്ക് മുറ്റടിച്ച് വരാനുണ്ട്. മഴയുണ്ടെങ്കിൽ അതിന്റെ പേര് പറഞ്ഞ് അടിക്കാണ്ടിരിക്കായിരുന്നു. ഈ മുറ്റത്ത് കാണുന്ന ഈ ചെടിയില്ലേ, പിങ്ക് കളർ, ഇവിടേക്ക് മുസാണ്ട എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ചെടീനെ ഞാൻ ആദ്യമായിട്ടായിരുന്നു കണ്ടത്. കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴാണ് ഞാനിത് കണ്ടത്. എൻ്റെ വീട്ടിലൊന്നുമില്ല, എൻ്റെ ആ പരിസരത്ത് തന്നെ ഇല്ല. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. മഴയെല്ലാം കഴിഞ്ഞാൽ നല്ല വെള്ളം പിടിക്കും ഈ ഇലയിലും പൂവിലെല്ലാം. ഇത് നേരെ തലയും കുത്തി താഴെ വരെ എത്തും, മുറ്റം വരെ എത്തും. പക്ഷെ ഇത് മരത്തുമെന്ന് പൊട്ടിപ്പോവത്തേ ഇല്ല. മുറ്റടിച്ച് ഏകദേശം കഴിയാനായിട്ടോ. എന്നോടൊപ്പം തമ്പുരുണ്ട്, കട്ട ശല്യമായിട്ട്. പിന്നെ നിശാന്തേട്ടനോട് ഇടക്കിടക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ അവർ കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇവര് തറവാട്. തറവാട് ഒരു ഓൾഡ് സ്റ്റൈലാണ് കേട്ടോ. ഇപ്പുറത്തുള്ള ചെറിയ മുറിയൊക്കെ പിന്നീട് എടുത്തതാണ്. ഞാനൊരു ഹോം ടൂർ ചെയ്യാം, നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്തിടാം കേട്ടോ. ഏകദേശം ഒരു ഭാഗം മുറ്റടിച്ച് വരുമ്പോഴത്തേനും അടുത്ത ഭാഗം വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുകയാണ് തമ്പുരുട്ടോ. പക്ഷെ എങ്കിലും നല്ല രസമല്ലേ കാണാൻ, ഇവളിങ്ങനെ കളിക്കുന്നത് കാണാൻ. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുറ്റൊക്കെ അടിച്ചു വാരി കഴിഞ്ഞാൽ ഇതാണ് മുറ്റത്തിന്റെ ഫ്രണ്ട്. നേരത്തെ എന്തൊരു വൃത്തികെട്ട കോലായിരുന്നു അല്ലേ. മഴയെല്ലാം കഴിഞ്ഞ് മുറ്റടിച്ച് വരാൻ തന്നെ വലിയൊരു പണിയാണ്. ഇതാണെങ്കിൽ വലിയ മുറ്റമാണ്, അടിച്ചു വാരി കഴിയണ്ടേ. എനിക്ക് എൻ്റെ മോള് രണ്ടാമതും മൂന്നാമതും പണി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുസാണ്ട ചെടിയോട് നല്ല കളിയാണ്. രാവിലത്തെ തിരക്കും പടയും ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. ഇനി അധികം പണികളൊന്നുമില്ല.
രാവിലെ ഇത്രയേ ഉള്ളൂ. ഉച്ചഭക്ഷണം ഇന്ന് ഇവിടെയല്ല, നമുക്കൊരു പുരയക്കൂടുണ്ട്, നമ്മൾ അവിടെ നിന്നാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത്. ചെറിയ വീഡിയോസും ഷോർട്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. പറ്റുവാണെങ്കിൽ എല്ലാം ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.